അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് അടിപൊളി ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഇംഗ്ലണ്ടിലെ ക്രൗൺ ജുവൽസ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്ക്, ഞങ്ങളുടെ അതിമനോഹരമായ ഒരു തീരദേശ പ്രദേശത്തേക്ക്. സ്ഥലത്തിൻ്റെ പേരാണ് കോൺവോൾ. കോൺവോൾ ഒരു സ്ഥലം മാത്രമല്ല, അതൊരു ഏരിയ. അപ്പോൾ നമ്മൾ ആ ഏരിയയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളങ്ങനെ പെട്ടിയും കിടക്കയൊക്കെ ആയിട്ട് കോൺവോളിലേക്കുള്ള യാത്ര തിരിച്ചു. നല്ല കാലാവസ്ഥയായിരുന്നു. അതുപോലെ വഴിയിൽ വലിയ കാര്യമായിട്ട് തിരക്കൊന്നുമുണ്ട്. അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിച്ചു. ഉള്ളത് കൊണ്ട് ഓണം പോലെ. നമ്മൾ നാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ വഴിസൈഡിലൊക്കെ ഒന്ന് ഫുഡ് കഴിക്കുന്ന ഒരു അനുഭവമില്ലേ. യാത്രക്കിടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഇവിടെ ഒരു മോട്ടോർ വേ സർവീസസിൽ നടത്തിയാണ്. നമ്മൾ എഗ് റോള് കഴിച്ചു, ബർഗർ കഴിച്ചു. വീട്ടിൽ നിന്നുള്ള ഫുഡാണ് കഴിച്ചത്. നമ്മൾ എക്കണോമിക്കൽ, എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി, അതുപോലെ കാർബൺ ഫുട് വരെ നമ്മൾ ഉണ്ടാക്കി ക്ലാസ്സിലുണ്ട്. കാർബൺ ഫുട് പ്രിന്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. പിന്നെ പോകുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് ഒരു മാത്രം കാർബൺ ഉണ്ടാവും നമുക്കറിയത്തില്ല. അമ്മ സർവീസസിലൊക്കെ കയറ്റി ഇറക്കി നമ്മളിങ്ങനെ കൊണ്ട് നിർത്തുകയാണ് കേട്ടോ. കൈയൊക്കെ കാണിക്കുന്നതാണ്. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കുന്നതാണ് സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്ന ഒരു പുരാതന നിർമ്മിതിയുള്ളത്. അതിങ്ങനെ ദൂരത്തായിട്ട് കാണാവുന്നത്. ഞങ്ങൾ ഓൾറെഡി അവിടെ പോയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇപ്രാവശ്യം ഇറങ്ങിയില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ സ്റ്റോൺ ഹെഞ്ച് കാണാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ കാറിൽ പോകുമ്പോഴും നമുക്ക് കാണാം. തൊട്ടടുത്ത് അപ്പോൾ യാത്രയൊക്കെ ഒരുപാട് സമയമെടുത്തു. ഏകദേശം 10 മണിക്കൂറിലെടുത്ത് ഞങ്ങൾ വണ്ടി ഓടിച്ച് ഇവിടെ വരെ എത്താനായിട്ട്. ഞങ്ങളിവിടെ ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ്. കുറച്ച് കോട്ടേജസും പിന്നെ അതുപോലെ സ്റ്റാറ്റിക് ഹോംസൊക്കെ ഉള്ളൊരു സ്ഥലത്താണ്. മെഡോ ലേക്സ് എന്ന് പറയും കോൺവോളിൽ. ഒരു 2 ബെഡ്റൂം കോട്ടയാണ്. എൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കിങ്ങനെ സിറ്റ് ഔട്ടിലേക്ക് ഇരിക്കാനായിട്ട്. കിച്ചണിൽ നമ്മൾ സാധനങ്ങളുണ്ട്, അത്യാവശ്യമുള്ളതെല്ലാം ഉണ്ട്. കുക്കിംഗ് റേഞ്ച്, ഫ്രിഡ്ജ്, വാഷിംഗ് സെറ്റപ്പ്, ഹീറ്റർ, പിന്നെ നമ്മുടെ ദാഹശമനി ഇരുമുണ്ട് ഇവിടെ. ഇതൊരു ബെഡ്റൂം, അടിപൊളി ബെഡ്റൂം അല്ലേ. ചെറിയൊരു വാർഡ്രോബ് സെറ്റപ്പ് പോലെ ഉണ്ട് ബെഡ്റൂം. പിന്നെ ഇവിടെ മെഡോ ലേക്ക് കാരവൻ പാർക്കിലാണ്. ഇന്നലെ വൈകുന്നേരം കുറച്ച് ലേറ്റായി വന്നപ്പോൾ അത് കാരണം ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേനും ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ചുറ്റി കാണാനായിട്ട് ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി അടിച്ച് ജസ്റ്റ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെ നടന്ന് ഇവിടം വരെ എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ പല രീതിയിലുള്ള ക്യാമ്പിംഗ് പാർക്കുകളുണ്ട്. വലിയ വീടുകളും ചെറിയ വീടുകളും, പിന്നെ ബാത്ത് ടബ് ഉള്ളത്, ഹോട്ട് ടബ്, അങ്ങനെ പുറത്തുള്ളത്, എക്സ്പെൻസീവായിട്ടുള്ളത്. നമ്മളൊരു ആവറേജ് സൈസിലുള്ളൊരു കോട്ടേജാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കോൺവോളിൽ മെഡോ ലേക്ക് ഹോളിഡേ പാർക്ക് പ്രകൃതിയുടെ മനോഹരത നിറഞ്ഞ ശാന്തവും മനസ്സിന് ആശ്വാസം നൽകുന്നതുമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പച്ചപ്പാർന്ന പുൽമേടുകൾ, മനോഹരമായ തടാക കാഴ്ചകൾ ഈ സ്ഥലത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ അവധിക്കാലം ആസ്വദിക്കാൻ അനുയോജ്യമായ സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പം ആധുനിക സൗകര്യങ്ങളുള്ള താമസ സ്ഥലങ്ങൾ, കുട്ടികൾക്കായിട്ടുള്ള കളിസ്ഥലങ്ങൾ, പ്രകൃതിദത്തമായ നടപ്പാതകൾ, മത്സ്യബന്ധനം, സൈക്ലിങ്, അതുപോലെ ഇവിടെ വരുന്ന സന്ദർശകർക്ക് ആസ്വദിക്കാവുന്നതാണ്. നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി സമാധാനവും പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മെഡോ ലേക്ക് ഹോളിഡേ പാർക്ക് മികച്ച ഒരു തിരഞ്ഞെടുപ്പാണ്. ഇവിടെ
ഇവിടെ തന്നെ ഇവിടെ വളർത്തുന്ന പോണിക്കുതിരകളുണ്ട്. പോണിക്കുതിര കഴുതിയാണ് തോന്നുന്നത്. ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ. ഉണ്ടാ നല്ല രസമില്ലാതെ കൂടിനകത്തൊക്കെ മറ്റേ തൂക്കിയിട്ടാണ്. കണ്ട reception. Lucky dinosaur bag. പിന്നെ ഇവിടെ ഒരുപാട് സുവനീഴ്സ്. Dinosaur bag, toys. Amenity. കണ്ട ഇവിടെ ചെറിയൊരു ഷോപ്പുണ്ട്. കണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ളത്. 1, 2, 3, yes. Oh, look at that. പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഫുള്ളുള്ളത്. പിള്ളേരെ പറ്റിക്കാനായിട്ട് ഉണ്ടല്ലോ കുറേ സൺഗ്ലാസസ്, all gold paddle set. Yes. It's good. Yeah. Can you check there if they booked in? There's no sound. Where are they? Okay, നമ്മുടെ വേറെ സുഹൃത്തിൻ്റെ ഒരു വീടാണ്.
മെഡോ ലേക്സ് ഹോളിഡേ പാർക്കിൽ നിന്നും ഐ ട്രാവലേഴ്സിൻ്റെ ഹൃദ്യമായ സ്വാഗതം. ഞങ്ങൾ ന്യൂക്കി എന്ന് പറയുന്ന സ്ഥലത്തൊരു ബീച്ചിലേക്ക് പോകണം. ഇന്നത്തെ ദിവസം ബീച്ച് സ്റ്റേ ആണ്. അപ്പോൾ അതിനായിട്ട് അതൊക്കെ റെഡിയായി വണ്ടിയൊക്കെ എടുത്ത് പോവുകയാണ്. നമ്മളിന്ന് ന്യൂക്കി ബീച്ച്, ബീച്ചിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? സർഫിംഗ് ആൻഡ് പിന്നെ കുൽസിത പ്രവർത്തികളൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. രാവിലെ റെഡിയായി ശ്യാമോൻ്റെ BMW ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് പോയാൽ മതിയായിരുന്നു ഇതിൻ്റെ പറയുക. ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്ന ന്യൂക്കിയിലെ ഫിസ്ട്രോൾ ബീച്ചിലാണ്. അടിപൊളി ബീച്ചാണ് കേട്ടോ. അപ്പോൾ സർഫിങ്ങിനും ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ നീണ്ട നിവർന്ന് കിടക്കേണ്ട കിടക്കും. അടിപൊളി. മൊത്തം ബീച്ചും ആ കെട്ടിട ബിൽഡിംഗ് കടൽ തീരുമാനങ്ങളൊക്കെ അല്ല, അത് നമുക്ക് റെന്റിന് എടുക്കുന്ന. ആ നമ്മുടെ കയ്യിൽ ഫോൺ ഉണ്ടായിട്ട് നമ്മൾ എടുക്കാതെ വിടുന്ന കാര്യം. പോയതാ. ആ ഇത് കടലിൽ കയറി വരും, ഇവിടെ വരെ കയറി വരും. So the danger for surfing here, because that's a harbor, so that's deep, okay, and you see the rocks. When there is the sea will come up here, and because of the rocks we can't go in, so we have to wait. And that's why even though it's tied out, there is no one surfing there, because of it's deep. There is a harbor. Acha, adu matte boat varanulla harbor ah. You can surf. Right. മുഖത്തോട് മുഖം നോക്കി നിന്നിട്ട് ഒരുപാട് വർഷമൊക്കെ നമ്മളേ